ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തനായ ഒരു ബിരിയാണിയെ പരിചയപ്പെട്ടാലോ. അതിൻ്റെ പേരാണ് ചെമ്പരൻ ബിരിയാണി. അതിന് നമ്മൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ നമുക്ക് എല്ലില്ലാത്ത പീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ചിക്കനെ നമുക്കൊന്ന് ബോൺലെസ് ചെയ്യണം. അതിനിതാ നമ്മളിവിടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ബിരിയാണി നമ്മൾ ചിക്കനൊക്കെ റൈസിൻ്റെ ഉള്ളിൽ വെച്ചാണ് സെർവ് ചെയ്യാറ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിൻ്റെ ചിക്കൻ നമ്മൾ മുകളിൽ വെച്ചാണ് കൊടുക്കാറ്. ഈ കൊടുപ്പും വ്യത്യസ്തമായ രീതിയിലാണ് കൊടുക്കുന്നത്. ചിക്കൻ തവയിൽ മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഇത് ഏകദേശം ഒരു തിക്ക് പരുവത്തിൽ റോസ്റ്റ് ടൈപ്പിലൊക്കെയാണ് മട്ടൻ ആയാലും ചിക്കൻ ആയാലും ഇത് റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ തവ ഫ്രൈ ചെയ്താണ് കൊടുക്കുന്നത്. ഇതുപോലെ ചിക്കനെല്ലാം എല്ലിൽ നിന്നും വേർതിരിച്ച് മാംസമായി എടുത്തതിന് ശേഷം അതിൽ നമുക്കൊരു മസാല വേണം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗ്രീൻ ചില്ലി പേസ്റ്റ്, റെഡ് ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, വൈറ്റ് പെപ്പർ, സാൾട്ട്, മസ്റ്റാർഡ് പൗഡർ, ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, അല്പം ഓയിലും. ഇത്രയും മിക്സ് ചെയ്ത മസാലയാണ് നമ്മളിതാ ഇതിൻ്റെ മുകളിൽ പുരട്ടുന്നത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. ഒരു സ്റ്റൗ കത്തിച്ച് തവ അതിൻ്റെ മുകളിൽ വെച്ച് ഓയിലും ഒഴിച്ച് ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫയറിൽ വേണം ഇത് ചെയ്യാൻ. ഒരുപാട് തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോകും. നമ്മൾക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് അല്പം തീ ഇവിടെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എങ്കിലും ഞാൻ പറയുന്നത് തീ സ്ലോ ഫയറാണ് ഇതിന് വേണ്ടത്, അല്ലെങ്കിൽ മീഡിയം ഫയറിൽ ചെയ്താലും മതി. നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചിക്കൻ ബോൺലെസ് ചെയ്തതിന് ശേഷം കനം കുറച്ച് കട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ബിരിയാണി നമ്മുടെ നോർമൽ ബിരിയാണി തന്നെയാണ്. ഇവിടെ നമ്മൾ ചിക്കനിൽ മാത്രമാണ് ഒരു വ്യത്യസ്തത നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെമ്പരാൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കും ഇനി വീടുകളിൽ ഇതൊന്നുണ്ടാക്കി നോക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വരും വരെ ബായ്.